നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലെ ദിബ്രുഗഡാണ്. അപ്പം പലർക്കും ദിബ്രുഗഡ് എന്നുള്ള പേര് അറിയായിരിക്കും. നമ്മുടെ കേരളത്തിലോട്ട് ഭായിമാരെ കൊണ്ടുവരുന്ന വിവേക് ട്രെയിനിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. നമ്മുടെ ട്രെയിൻ പാർട്സിലെ ട്രെയിൻ ആ ട്രെയിൻ ടെർമിനേറ്റ് ചെയ്യുന്നത് അവസാനത്തെ സ്റ്റേഷനാണ് ദിബ്രുഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെ ഏകദേശം 3500ഓളം കിലോമീറ്റർ അടുപ്പിച്ച് ഓടുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ട്രെയിൻ കൂടിയാണത്. അപ്പോൾ അതിന് ടെർമിനേറ്റിംഗ് സ്റ്റേഷനാണിത്. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ ടീ സിറ്റി എന്നാണ് ദിബ്രുഗഡിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ദിബ്രുഗഡ്. നമ്മുടെ ബാക്കിൽ ബ്രഹ്മപുത്ര ഇങ്ങനെ സ്വച്ഛന്തമായിട്ട് ഒഴുകുന്ന കാണാം. നമ്മൾ ഇന്നലെ മജുലിയിൽ വെച്ചും കണ്ടിരുന്നു. അപ്പം ബ്രഹ്മപുത്ര തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഒന്നുകൂടിയാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സിറ്റി കൂടിയാണ് നമ്മളുടെ ദിബ്രുഗഡ്. ഒരുപാട് ഹോൾസെയിൽ കടകൾ, അതായത് പച്ചക്കറി, നമ്മുടെ പലചരക്കിൻ്റെ ഒക്കെ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ കണ്ടു. ഞങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ഒരു വീഡിയോ ചെറുതായിട്ട് കാണിച്ചില്ലായിരുന്നു, അതിൽ ഞങ്ങൾ കണ്ടു. എന്ന് വെച്ചാൽ നമ്മൾ റീറ്റെയിലായിട്ടൊക്കെ ഒരു ഷോപ്പ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി അരി മേടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ നിന്ന സ്ഥലം ഹോൾസെയിലേഴ്സിന്റെ ഏരിയയാണ്. പക്ഷെ അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് ഈ ബ്രഹ്മപുത്രം ഇത്രയും വിചാരിച്ചില്ല. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. നോക്കി എന്തോ വാസ്റ്റാ. നോക്കി ചെറിയൊരു ബണ്ട് പോലെ കെട്ടി ഭാഗം തിരിച്ചിരിക്കുകയാണ് ഇത് സ്ഥലം. അപ്പോൾ ദേ ആ ബ്രഹ്മപുത്ര നദിയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ചെറുതായിട്ടുള്ള ഒരു ചെറിയ മലനിരകൾ കാണാം. അത് അരുണാചൽ ബോർഡറാണ്. അരുണാചൽ എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങോട്ടേക്കായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ അപ്പോൾ അരുണാചലിലേക്ക് കയറുകയാണ്. അരുണാചലിലെ എവിടെയാപ്പേ? അരുണാചലിലെ ഡോങ് വാലിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പക്ഷേ ഡോങ് 10 മണിക്കൂർ റൈഡുണ്ട്. നമ്മളതുകൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 5 മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് എവിടെ എത്തുന്നു അവിടെ സ്റ്റേ ചെയ്യുക. നമ്മൾ ഡോങ് സെറ്റ് ചെയ്തിട്ടാ പോകുന്നേ. പശു ആടാ, പശുമ്പോ ഇയാൾ നോക്കുന്നിടത്തെല്ലാം പശു അപ്പിട്ട് വെച്ച പശുവിന്റെ ചാണകം, ആട് ചാണകവും ആടിന്റെയൊക്കെ കാട്ടമൊക്കെയാണ്, അതാണ് പറയുന്നത്. അപ്പം എന്താ പറയാ, ഇന്നലത്തെ പോലുള്ള കാഴ്ചകളൊക്കെയാണ് തുടക്കത്തിൽ. വ്യത്യസ്തമായ കാഴ്ചകൾ ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണ്. പുള്ളി ഗുവാഹത്തിക്കാരനാണ്. Kerala and Northeast foods are very similar. Rice, yes. It's almost the same. Rice with ഉറക്കം വരുന്നു. അതെല്ലാം മണ്ണാക്കി വെള്ളം പോവാന്ന് പറയാം. മണ്ണ കാറ്റ कैसे है आपका गाड़ी है? I come by train. ट्रेन ट्रेन स्ट्रेट नहीं है ना, नागालैंड से आता है ट्रेन. Nagaland, Dimapur. हाँ दीमापुर. Delhi to Dibrugarh. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എല്ലാം സെറ്റായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ആസാമിലാണ്. ഇവിടുന്ന് അരുണാചൽ ബോർഡർ നമ്മളിന്ന് വീണ്ടും കയറുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നൊരു മൂടലുണ്ട്, ചെറിയൊരു മഴയുടെ ലക്ഷണം തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി വഴിയിലെങ്ങാനും ആകെപ്പാടെ അല്ലേ തന്നെ നമുക്കിന്നൊരു 8 മണിക്കൂറോളം യാത്രയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് മഴയും കൂടെ ആണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ ഫുള്ള് ഫ്ലോപ്പാവും. അപ്പം എന്താവുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ വന്ന സ്ഥലം പോലെയല്ല ദിബ്രുഗഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു നല്ല സിറ്റിയായിരുന്നു. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ എളുപ്പമായിരുന്നു. കാരണം ഇതുവരെ നമ്മളൊരു ഗ്രാമപ്രദേശത്തു കൂടിയായിരുന്നല്ലോ വന്നത്. അതുപോലെ തന്നെ ആസാമിൽ നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളെ നെൽപ്പാടങ്ങൾ പോലെ തന്നെ സുലഭമായി കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് ഈ തേയിലത്തോട്ടങ്ങൾ. അതും നമ്മളുടെ മൂന്നാറിൻ്റെ കൂട്ടൊന്നുമല്ല, നല്ല നിരപ്പായ സ്ഥലത്ത് നല്ല ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്ന നല്ല സൂപ്പർ തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാം. ഇവിടെ വലിയ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ചൂടില്ല. ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടാണോ അതോ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഈ ഹൈവേ നമ്മൾ പോകുന്നിടത്ത് നമുക്ക് ചെക്കിംഗ് ഉണ്ട് അരുണാചലിലോട്ട് കയറുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ പേപ്പറും കാര്യങ്ങളും ഒക്കെ കാണിക്കണം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കരുതി ഇനി ഇത് ദിബ്രുഗഡ് ആയിരിക്കുമെന്ന്. അപ്പം ദിബ്രുഗഡ് അല്ല, വേറെ എന്തോ ഒരു പേരാണെന്ന് എഴുതിയിരുന്നു, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഇതുപോലെ 2 സൈഡിൽ, മറ്റേത് ഒരു സൈഡിൽ മാത്രമാണ്, ഇവിടെ 2 സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് നല്ലൊരു റൈഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഇറങ്ങുന്നില്ല, ഇവിടെയെങ്കിലും ഇറങ്ങുന്നില്ല. നമ്മൾ ഓൾറെഡി കുറേ പിക്ചേഴ്സൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് പണിഞ്ഞ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ മുന്നോട്ടേക്കൊക്കെ ചിലപ്പം കൺസ്ട്രക്ഷൻ കാണും. അപ്പം അവിടെയെല്ലാം നമുക്ക് ഡിലേ വരും. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മൾ വീണ്ടും ചെറിയ ഗ്രാമപ്രദേശത്തോട്ട് വന്നപ്പോഴത്തേന് വീണ്ടും ആളൊഴിഞ്ഞ സ്ഥലങ്ങളായി. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഭാഗങ്ങളിൽ ഇവർ തന്നെ നെൽകൃഷികളും ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കണ്ടോ, ഒരു സൈഡിൽ തേയിലത്തോട്ടം, ഇപ്പുറത്തെ സൈഡിൽ നെൽപ്പാടം. നല്ല രസമാണ്. നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്ത് നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം രണ്ടിനും 2 രീതിയിലുള്ള ക്ലൈമറ്റാണല്ലോ വേണ്ടുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇത് രണ്ടും ഇങ്ങനെ കമ്പൈൻ ചെയ്തൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കാം. നല്ല മഴക്കോളുണ്ട്, വെയിലൊന്നും അങ്ങനെ അടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മഴ ചാറിയിട്ടുണ്ട്, ചെറിയ നനവുണ്ട്. അപ്പോൾ മോളെ എന്താണ്ട് കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഇരുത്താറുണ്ട്. അപ്പോൾ അവൾക്കും അത് കംഫർട്ടബിളാണ്. കുറേ നേരം അവൾക്ക് കാര്യം പറയാനായാലും കാഴ്ചകളൊക്കെ കാണാനായാലും സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുട്ടായി വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരെണ്ണമൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കും കയ്യിൽ. അപ്പോൾ അത് ഇവിടെ എല്ലാം റോഡ് പണിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോഡ് പണിയാണ്. അതായത് നിലവിലുള്ള റോഡിൻ്റെ മുകളിലൂടെ അവർ റീടാർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം തേയിലത്തോട്ടമാണ്. അപ്പം ഇനി എവിടെയെങ്കിലും വെച്ച് റോഡ് മോശമായ അവളിങ്ങനെ ഗോപ്രോയ്ക്ക് പിടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇയാൾക്ക് സംസാരിക്കണം, അതായത് നമ്മളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടല്ലേ അവർ പഠിക്കുന്നത്. അപ്പോൾ അവൾക്കിങ്ങനെ സംസാരിക്കണം. അവൾ ആക്ച്വലി ആ ലോലിപോപ്പ് വെച്ച് തന്നെ അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനകത്തിരുന്ന്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇറങ്ങി കാണാൻ സമയമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുകയാണ്. അത് നമ്മൾ വീണ്ടും അരുണാചൽ പ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഡിബ്രുഗഡിൽ നിന്ന് ആരംഭിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിൻസുകിയ ബോർഡറെ കടന്ന് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് വീണ്ടും കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അരുണാചൽ പ്രദേശിൻ്റെ കാഴ്ചകളാണ്. ഇന്ന് വന്നിടത്ത് വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ പോലെ തേയിലത്തോട്ടവും തേയിലയും കുറച്ച് നെല്ലും അത് മാത്രമാണ് ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ റോഡുകളെല്ലാം നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റി. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങളിന്ന് ഉറങ്ങി എണീച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരുണാചൽ പ്രദേശിലോട്ട് കിടക്കാം. പറ എവിടെ പോവാ? അങ്ങനെ നമ്മൾ ബോർഡർ കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ അരുണാചൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡീസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഞെട്ടിപ്പോകും. കാരണം ഇത്രയും ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല, ബോർഡർ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി. അപ്പോൾ ആസാമിനെ അപേക്ഷിച്ച് അരുണാചലിലേക്ക് കുറച്ച് പെട്രോളിനൊരു 4 രൂപ 5 രൂപ കണ്ട് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് വീണ്ടും പോവുകയാണ്. നാട്ടിലെ മണ്ഡലകാല സമയത്താണ് ഞങ്ങൾ ഈ പ്ലേസ് കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ തന്നെ ഉണ്ട് ഞങ്ങൾ നോക്കിയപ്പം ഒരു BROയുടെ ഒരു സെക്ഷൻ്റെ മുമ്പിൽ സ്വാമി ശരണം എന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. അപ്പം നമ്മളുടെ വണ്ടി കേരള രജിസ്ട്രേഷൻ ആണെന്ന് കണ്ടുകൊണ്ട് അവരും നമ്മുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴാണ് കുറേ ഒരു മലയാളി ചേട്ടന്മാരാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അമ്പലമാണ് ഓൾറെഡി. അവിടെ അയ്യപ്പൻ്റേതായ ഒരു ചെറിയ, അതായത് മണ്ഡലകാലമായതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പായസം വെപ്പാണോ? പാല് നമ്മുടെ നാട്ടിലേക്ക് ഒരു മണം. ഇവിടുന്ന് ആ മസാലയുടെ ഒക്കെ മണം ഒന്ന് മാറി മണം പാച്ച ഉണ്ടാക്കുക, പാച്ച. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളോട് അവർ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ വേണമെങ്കിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാനിൽ പുതിയൊരു ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ലേറ്റ് ആകും, അപ്പോൾ കാഴ്ചകൾ കണ്ടു തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ ഒരു നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ചേട്ടന്മാർ കുറച്ച് പായസവും ഉണ്ണിയപ്പവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വെള്ളം തീർന്നു പോയി. പുള്ളി ആ വീട്ടിൽ പോയി വെള്ളം റീഫിൽ ചെയ്തിട്ട് വരികയാണ്. കിട്ടിയോ എന്ന് നോക്കട്ടെ. അവരൊന്നും ചോദിച്ചില്ലയോ? ചേട്ടനോട് വെള്ളം ചോദിച്ചു, വെള്ളം തന്നു. ഒന്നും പറഞ്ഞില്ലയോ? എന്ത് പറയാൻ ചോദിച്ചു? വെള്ളം തരുന്നതിന് എന്ത് ചോദിച്ചില്ല? നല്ല വെള്ളമാണോ? അവര് കുടിക്കുന്ന വെള്ളമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഒരു പ്രീസ്റ്റാണ്, പുള്ളി മലയാളിയാണ്. അപ്പോൾ അവരവരുടെ ചർച്ച് വഴി ഇവിടെ എന്തൊക്കെയോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. പുള്ളി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ കാണുന്നത് ആണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് റീച്ച് ചെയ്തു. അങ്ങനെ പുള്ളിയും അങ്ങോട്ടേക്കായിരുന്നു. എന്തായാലും യാദൃച്ഛികമായി ഞങ്ങൾ വീണ്ടും ഇങ്ങനെ മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം. അദ്ദേഹവും അത് വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അദ്ദേഹം ഇതുപോലെ യാത്രകളൊക്കെ അത്യാവശ്യം ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ 2 സൈഡും കാഴ്ചകളുണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം.
നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ നംചി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗോൾഡൻ പഗോഡയാണ്. വരുന്ന വഴിക്ക് കണ്ടിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അച്ഛനുമുണ്ട്. നമ്മുടെ പരിചയപ്പെടുത്താം, മലയാളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗോൾഡൻ പഗോഡ, ഇതൊരു ബർമീസ് സ്റ്റൈൽ ആർക്കിടെക്ചർ നിർമ്മിച്ചിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ 2010 ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഗൂഗിളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളുള്ള ബർമീസ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ തായ്ലൻഡിൽ, ഹോങ്കോങ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പഗോഡാസൊക്കെ ഒരുപാട് കാണാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ തേസൂര് പോവുക. അത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാൻ. ഇന്നിപ്പോൾ നമ്മുടെ അരുണാചൽ പ്രദേശിലെ നംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് നമ്മളുടെ ഗോൾഡൻ പഗോഡ എന്ന് പറയുന്നത്. ഒരു രസകരമായ ആർക്കിടെക്ചർ, നമ്മളുടെ വിദേശ രാജ്യങ്ങളിലേക്ക് കാണുന്ന അവരുടെ സ്റ്റൈലൊരു ആർക്കിടെക്ചർ, ഒരു ബുദ്ധിസ്റ്റ് പ്രെയർ ഹാൾ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലാതെ പ്രത്യേകിച്ച് ചുറ്റും നല്ല സറൗണ്ടിങ്സോ, നല്ല റാവങ്ല പോലുള്ള സറൗണ്ടിങ്സോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു രസമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. നമ്മളിതുവരെ കാണാത്തൊരു സാധനം കണ്ടതിൻ്റെ ഒരു വെറൈറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ രസമുണ്ട് അതിൻ്റെ കാഴ്ചകളാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്, അങ്ങോട്ടുകൂടി നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അകത്തെ കാഴ്ച എന്ന് പറഞ്ഞൊരു ബുദ്ധ പ്രതിമയുണ്ട്, അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ലാമയുണ്ട്. അപ്പോൾ അവരുടെ പൂജകളും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അകത്തും വലിയ സ്ട്രക്ചറായിട്ടുള്ള രീതിയിലൊന്നുമില്ല. എന്ത് സാധനം പോയി നോക്കി, നമ്മുടെ വ്യാളിയാന്ന് തോന്നല്ലേ? ഡ്രാഗൺ അല്ലേ അത്? അത് തന്നെ ഡ്രാഗൺ. അതാണ് വാളി. അത് തന്നെ. നീ അത്ര വ്യാളിന്ന് ചോദിക്കത്തില്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്നതേ കൊള്ളത്തില്ല പോവാന്നുള്ള രീതിയിൽ. ഇത് വാളി തീയൊക്കെ തുപ്പൊങ്ങി പിന്നെ ആരാ? നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ചെറിയൊരു സ്ട്രക്ചർ. പക്ഷേ നമ്മൾ അവരുടെ ആ ഒരു ഫെസ്റ്റിവലിനെ കണ്ടിട്ടില്ലേടി, ഇതിൻ്റെ പ്ലാസ്റ്റിക് ബലൂണൊക്കെ കൊണ്ട് നടക്കുന്നത് അതേ സംഭവം. ഇതാ പോകുന്നു വേറൊരു വ്യാളി. ബുദ്ധിസ്റ്റ് അല്ലേ പറഞ്ഞേ? നമ്മളുടെ ഒരു ബുദ്ധ പ്രതിമയും കാര്യങ്ങളും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സാധാ ബോംബെയിലൊക്കെ കാണുന്ന അതേ കാഴ്ചകളാണെങ്കിലും കുറച്ചും കൂടെ ഒരു നമ്മളുടെ അമ്പലങ്ങളുമായിട്ടൊക്കെ ഒരു സദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും കാഴ്ചകൾ കാണാനുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ടൂറിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയുമായിട്ടൊക്കെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നിലും അവർ ആലേഖനം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾ ആണ്. അതായത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഓരോ പ്രതിമകൾക്കും അതിൻ്റെതായ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ആ ഗോൾഡൻ സ്ട്രക്ചറിനകത്തുണ്ടായിരുന്നേ. എക്കോ അടിക്കുന്നുണ്ട്. ആ ഗോൾഡൻ പഗോഡ കൊള്ളാം കേട്ടോ. ആ രസമുണ്ട്. ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലേ രസമുള്ള സ്റ്റൈലാണ്. ഇതൊരു ചൈനീസ് സ്റ്റൈൽ. നമ്മുടെ ചൈനയിലെ ഇതിലേ കാണത്തില്ല, മറ്റേ ഒരു ടെമ്പിളൊക്കെ ഉണ്ടല്ലോ, അത് കളറിപ്പയറ്റൊക്കെ പഠിക്കുന്ന ടെമ്പിള്. ആ ടെടി പിന്നെ കുഴി 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 ഇപ്പൊ വീണേനെ. ചാട്. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓടിക്കടിക്കാൻ. ഇപ്പൊ അച്ഛനും മോളോടെ ചവിട്ടി വീണേനെ. ഇത് പക്ഷേ ക്ലോസ്ഡ് ആണല്ലോ. മുന്നേ എന്തോ വേണോടാ കണ്ണുവിന്? എന്തോ വേണം? കരിമ്പും ചോദിച്ചോ? ബാ നമുക്ക് വാങ്ങിച്ചാലോ. എടി കുഞ്ഞിന് പമ്പിൻ ജ്യൂസ് വേണമെന്ന്. കരിമ്പിൻ ജ്യൂസ്. മഴയുടെ ഒരു പൊടിയുണ്ട് കേട്ടോ. ബാ പെട്ടെന്ന് വിടാം.
ആ പൊന്ന് വാങ്ങിച്ചു തരാടാ. ഈ വഴി വരുവാണെങ്കിൽ ഈ ഗോൾഡൻ പഗോഡ മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. അവർ ആ ഓർഗനൈസ് ചെയ്തിട്ടേക്കുന്ന അതിൻ്റെ ഗാർഡനും ആ ഒരു പഗോഡയുടെ സ്റ്റൈലും സ്ട്രക്ചറും എല്ലാം തന്നെ അടിപൊളിയാണ്. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ നിൽക്കാൻ. റെഡി ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണ്, സത്യം സൂപ്പറാണ്. അപ്പം വരുവാണെങ്കിൽ മറക്കണ്ട. ഇഷ്ടപ്പെടുന്ന മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അകത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ തന്നെ. ഇവിടെ താമസിക്കണമെങ്കിൽ അവരുടെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിക്കാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിരിക്കും, ഒരു വെറൈറ്റി അനുഭവമായിരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിവിടെ ലോക്കലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന മൊസംബിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള മൊസംബി അല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നാരങ്ങയുണ്ട്. ഇത് ലോക്കൽ നാരങ്ങയാണ്. ഭയങ്കര പോലെ നമ്മുടെ നാട്ടിലുള്ള നാരങ്ങ ടൈപ്പില്ല. ഇതിൻ്റെ അരിയെ കിട്ടുന്നേ കൊണ്ടുപോകാം. നമ്മൾ ഇവിടെ വെച്ചുണ്ടായിരുന്നു, മജിലിൽ വെച്ചുണ്ടായിരുന്നു. മജിലി ഫുള്ള് അതായിരുന്നു. നീ എന്താ കൊടുക്കുക? കരിമ്പിൻ ജ്യൂസ്. എവിടെ ചെന്നാലും അച്ഛനും മോൾക്കും കരിമ്പിൻ ജ്യൂസ് നിർബന്ധമാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി പഗോഡ കാണാൻ പറ്റി. നമ്മളുടെ മലയാളി ചേട്ടന്മാരെ കണ്ടതുകൊണ്ടാണ് നമ്മളതിങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റ് അദ്ദേഹത്തിന് വേറെ റൂട്ടാണ് പോകുന്നത്. നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേതോ ബ്രഹ്മപുത്രയുടെ തന്നെ ഏതോ ഒരു കൈവഴിയാണ്. അപ്പം നല്ല റോഡായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ദൂരം കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ഞങ്ങൾ സന്ധ്യയായി തുടങ്ങുകയാണ്. ഒരു നല്ല മഴക്കൂരാപ്പുണ്ട്. അപ്പോൾ നമ്മൾ പഗോഡയിൽ നിന്നപ്പോൾ മഴ ചാറി. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കത് സേഫ് അല്ല. അപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ അരുണാചൽ പ്രദേശിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പം PWD ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മൾ റൂട്ട് ഇട്ടിരിക്കുന്ന ഇപ്പോൾ അങ്ങോട്ടേക്കാണ്. അപ്പോൾ നാളെ നമുക്ക് അവിടെ നിന്നാൽ അവിടെ നിന്ന് നാളെ കയറാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പം തേസുവിലേക്കാണ് പോകുന്നത്. നമ്മൾ ആൾമോസ്റ്റ് എത്താറായി. തേസു ഇപ്പം നമ്മൾ കവർ ചെയ്യും. നമ്മൾ കയറും തേസുവിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് വളരെ കുറച്ച് കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് തേസുവിൻ്റെ ബോർഡർ. ഇപ്പോൾ ഈ കാണുന്നതാണ് തേസു ബോർഡർ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ് PWD ഗസ്റ്റ് ഹൗസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഫോഴ്സിൻ്റേതായാലും BRO അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ബാരക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്നും വലിയ കൃഷിയൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു മൂടിക്കെട്ടി കിടക്കുന്നത് മഴയ്ക്കുള്ള സാധ്യതയാണ്. നമ്മളങ്ങനെ തേസു എത്തിയിരിക്കുകയാണ്. അപ്പോൾ തേസു എന്ന് പറയുന്നത് ആ പ്ലെയിൻ ആരംഭിക്കുന്ന സ്ഥലമാണ്. ഇവിടെ താഴോട്ട് മൊത്തം ഫുള്ള് പ്ലെയിനാണ്. നമ്മൾ വന്ന വഴി കണ്ടല്ലോ, അങ്ങനത്തെ പ്ലെയിൻ ഏരിയാസാണ്. മുകളിലോട്ട് കുന്നുമല. അപ്പോൾ നാളെ നമുക്ക് അതാണ് കയറാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സർക്യൂട്ട് ഹൗസ് എന്ന് പറയും. അരുണാചലിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ആണ്. അരുണാചൽ ടൂറിസ്റ്റിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന റൂം എന്ന് പറയുന്നത് 545 രൂപയാണ്. ഞാൻ കാണിച്ചു തരാം ആ റൂം. ഇവിടെ ഗവൺമെൻറ് സർവൻസിനാണ് അല്ലെങ്കിൽ പബ്ലിക് സർവൻസിനാണ് 145 കൊടുക്കുന്നത്. പബ്ലിക് വരുമ്പോഴത്തേക്കും അത് 1000 രൂപയാവും. 1000, 1500 ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണു. വണ്ടിയിൽ നിന്ന് തന്നെ ഉറക്കമായിരുന്നു. ഇതുവരെ എണീറ്റിട്ടില്ല. നേരെ കട്ടിൽ കൊണ്ട് കിടത്തിയത്. ഇവിടെ വേറൊരു ആൾ കിടപ്പുണ്ട്. എണീക്കടി വിശാലേ, പോയാലോ ഉണ്ടാക്കടി. പോയല്ലോ ഉണ്ടാക്കാൻ. നമ്മൾ സെറോയിൽ താമസിച്ചതിനെക്കാട്ടി നല്ല റൂമാണ്. അതുപോലെ അത്രയ്ക്ക് മോശമല്ല. ബാത്റൂം എല്ലാം നല്ല ക്ലീനാണ്. 545 രൂപയ്ക്ക് വർത്തായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അരുണാചൽ സർക്യൂട്ട് ഹൗസ് ഇൻ തേസു അടിപൊളിയാണ്. അങ്ങനെ തേസുവിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് പ്രോപ്പർ തേസു. ഇവിടെ എന്നാലും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു വലിയ ചന്തയുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും കൂടെ മേടിക്കണം. ഇവിടെ നമ്മൾ സൈഡിലൊന്നും കൃഷി കാണണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇവരൊക്കെ ഉള്ളിലോട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് കൃഷിയും കാര്യങ്ങളും. റോഡ് സൈഡിലൊക്കെ വളരെ കുറവാണ്. കാരണം അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടിപൊളി ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.